വളർന്നു, യുദ്ധത്തിന്റെ കാഹളം മുഴുകി. മോനോട് പറയും, മോനെ ഷഹീദായിക്കൊണ്ട് തിരിച്ചു വരണ്ട, മോനെ പോയി ഷഹീദാവുന്ന കണ്ട് വിടാണ്. എന്തിന്റെ പേര്? സ്വന്തം മോനാണ്. അത്ര സ്നേഹം ഉമ്മാക്കുണ്ടാവും. അപ്പൊ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു പോകുന്നത്. അവര് യുദ്ധത്തിന് പോവല്ല. യുദ്ധത്തിന് പോവുകയാണെങ്കിൽ ഭാര്യനെയും കുട്ടികളെയും കുടുംബക്കാരെ കൂട്ടിയിട്ടാ പോവുക? പോവില്ലല്ലോ. അവര് യുദ്ധത്തിനല്ല പോകുന്നത്, അവർ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ ഇവിടത്തെ ഒരു സംവിധാനം ഉണ്ട്. ഈ സംവിധാനത്തിനനുസരിച്ചുള്ള ഒരു സന്ദേശം മുത്തുനബി പറയുന്നുണ്ട്. അത് കേട്ടില്ല, വാരി വലിച്ചു വിഴുങ്ങി. അങ്ങനെ വിഴുങ്ങിയപ്പം ഇവിടത്തെ കാര്യകാരണ ബന്ധങ്ങളോടും മാധ്യമങ്ങളോടും ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ സംഭവിക്കും. അങ്ങനെ നിനക്ക് ബ്ലോക്ക് വന്നു, അത് അള്ളാന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകം നിന്റെ മേലെ നിങ്ങളെ പാപം പൊറുക്കാൻ വേണ്ടി ഒരു പരീക്ഷണം തന്നോന്ന് ആണെന്നൊന്ന് മനസ്സിലാക്കി പോകരുത്. ആവാം, അത് അള്ളാഹ്ക്ക് അറിയുള്ളൂ, അതിന്റെ ഹിക്മത്ത് നമുക്ക് അറിയില്ല. പക്ഷെ അങ്ങനെ മനസ്സിലാക്കരുത്. അത് നമ്മളെ തെറ്റുകൊണ്ട് വന്നതാണ്. നമ്മൾ പൊറുക്കലിനെ തേടണം. അപ്പം കുറച്ചോനെ തെറ്റ് പറ്റിപ്പോയി, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. അങ്ങനെ നീ ഭക്ഷണമൊക്കെ നിയന്ത്രിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ നല്ല ഉദ്ദേശമെങ്കിൽ അത് മാറി. ഇങ്ങനെ രോഗങ്ങളെ കാര്യങ്ങൾ, മറ്റുള്ള പഠനത്തിന്റെ കാര്യങ്ങൾ, പരീക്ഷക്കൊന്നും പഠിക്കാതെ വലിയ മുത്തക്കിയാണ്, അങ്ങനെ പരീക്ഷയ്ക്ക് പഠിക്കാത്തവൻ പാപിയാണെങ്കിലും, അല്ല പരീക്ഷയ്ക്ക് പഠിക്കുന്നവൻ പാപിയാണെങ്കിലും അവർക്ക് അതിൻ്റെതായ ഇതിൽ പോലെ അള്ളാഹു ചെയ്യും. ഇവിടുത്തെ രംഗങ്ങൾ ഇങ്ങനെ പോകും. പിന്നെ എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. اللهم صل على سيدنا نبينا ومولانا محمد وعلى آل سيدنا نبينا ومولانا محمد وبارك وسلم عليه وصل على جميع الأنبياء والمرسلين وعلى ملائكة الله المقربين وعلى عباد الله الصالحين. അൽഹംദുലില്ലാ. എനിക്ക് ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരികൾ, കൊച്ചനുജന്മാരെ, അനുജന്മാരെ, ഏവരെയും ആനന്ദ തീരത്തേക്ക് സ്വാഗതം ചെയ്യും. പ്രിയമുള്ളവർ, അൽഹംദുലില്ലാ, നമ്മൾ മുഹറം മാസം നമ്മുടെ വർഷത്തിന്റെ തുടക്കമാണ്. അൽഹംദുലില്ലാ, അല്ലാഹു ബർക്കത്താക്കട്ടെ. ഇത് ഹുബ്ബിന്റെ മാസമാണ്. മുഹറം എന്ന് പറഞ്ഞ ഹുബ്ബിന്റെ മാസം, ബലിയർപ്പണങ്ങളുടെ മാസം എന്ന് പറഞ്ഞാലും എന്റെ പ്രിയമുള്ളവരെ, മതം തന്നെ ഹുബ്ബാണ്. ശരിക്കും അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആളുകൾ അതിന് ചിലരൊക്കെ തെറ്റിദ്ധാരണകളൊക്കെ വെച്ച് പുലർത്തുന്നതും അതൊക്കെ പടച്ചു വിടുന്നതൊക്കെ തെറ്റിദ്ധാരണ. മതം തന്നെ ഹുബ്ബാണ്, കാരുണ്യമാണ്, ദയാവായ്പാണ്, വിട്ടുവീഴ്ചയാണ് ഒക്കെയാണ്. ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസികളിൽ ഏറ്റവും പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അള്ളാഹു വിശ്വസിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വിശ്വാസികളായ ആളുകൾ അവർക്ക് അള്ളാഹിനോട് വല്ലാത്ത സ്നേഹം ഉണ്ടായിരുന്നു. അള്ളാഹിനോട് മാത്രമുള്ള സ്നേഹമല്ല, അള്ളാഹിനോട് മാത്രമുള്ള സ്നേഹമല്ല, എല്ലാവരോടുള്ള സ്നേഹം. മനസ്സിലാവും. ഇപ്പൊ നമ്മളെ വർഷത്തിന്റെ തുടക്കം മുഹറം മാസം, അതും ബലിയർപ്പണത്തിന്റെയും മഹബത്തിന്റെയും കഥകളാണ് ഇതിന് പറയാം. ഇനി നമ്മളെ വർഷത്തിന്റെ അവസാനം, ഇപ്പൊ കഴിഞ്ഞ മാസം ദുൽഹജ്ജ് മാസവും ബലിയർപ്പണത്തിന്റെ ചരിത്രം തന്നെ നമ്മളോട് ഓതിയിട്ടുണ്ട്. അതാ പറയണത്, ഇത് മഹബത്ത്. ശൈഖുനാ തങ്ങള് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ബിലാലിയാബാദ് നഗറിൽ ബഹുമാനപ്പെട്ട ബിലാൽ ഷാനൂരി, ശൈഖുന ബിലാൽ ഷാനൂരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉറൂസിനോടനുബന്ധിച്ച് സംസാരിക്കേണ്ടത് ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദ് മൊഹിദ്ദീൻ നൂരി ഷഫാനി ജീലാനി മഹാനവറുകള് സംസാരിക്കേണ്ടായി. ഈ വിഷയത്തിൽ ഊന്നൽ നൽകി, ഈ മഹബത്തിന്റെ വിഷയത്തിൽ, ഈ മുഹറം മാസത്തിന്റെ തുടക്കത്തിനെ സംബന്ധിച്ചും ദുൽഹജ്ജയുടെ അവസാനത്തിനെ സംബന്ധിച്ചും മഹാനവറുകൾ അവലോകനം ചെയ്ത് സംസാരിക്കണം. നല്ലൊരു സംസാരം സംസാരിക്കണം. അൽഹംദുലില്ലാ. കാരണം അതിൽ കുറെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മുഹറം മാസം, ഈ മുഹറം മാസത്തിന്റെ തുടക്കം ത്യാഗം തന്നെയാണ്, അർപ്പണമാണ്, സ്നേഹത്താലുള്ള അർപ്പണമാണ്. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും അവന്റെ ദീനിനോടും സ്നേഹത്താലുള്ള അർപ്പണം. മഹാനായ സയ്യിദുന നബിയുന മൗലാന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിന്റെ ഹബീബായ നമ്മുടെ നബിയായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പേരക്കുട്ടി സയ്യിദുന ഇമാം ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഷഹാദത്ത് കർബലയിൽ, മഹാനവറുടെ ഷഹാദത്ത്, അതിലേക്ക് ചിന്തിക്കുമ്പോൾ വളരെയധികം പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഉണ്ട്. ചരിത്രം പറയല്ല, എന്നാലും ആ ഹുബ്ബിനെ സംബന്ധിച്ച് അവർക്ക് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും അവന്റെ ദീനിനോടുമുള്ള എത്ര താല്പര്യമുണ്ട്. അതിനുവേണ്ടി എല്ലാം ചിന്തിച്ചു നോക്കൂ. നമ്മളെ ദീനിന്റെ കാര്യം ആകെ ബലിയർപ്പണം. ഹുബ്ബ് പറയാൻ ഇഷ്ടം പോലെ ആളുകൾ,
ഹുബിനെ സംബന്ധിച്ച് പാടാൻ ഇഷ്ടം പോലെ അല്ലെ? സ്നേഹത്തിനെ സംബന്ധിച്ചും പ്രണയത്തിനെ സംബന്ധിച്ചും വിവരിക്കാനും കവിത എഴുതാനും അതിനെ പാടാനും പറയാനും പ്രസംഗിക്കാനും ഒക്കെ വല്ലാത്ത രസമാണ്. പക്ഷെ ശരിക്ക് പറഞ്ഞാൽ ഇത് പറയുന്നിടത്തല്ല കാര്യങ്ങൾ. ഇത് ഈ ഹുബ് ശരിയാവണത്തിന് ഉള്ളിലുണ്ടെങ്കിൽ അത് പ്രവർത്തന തലത്തിൽ കാണും. മറ്റത് ഉള്ളിലില്ലാതെ നമ്മൾ പറയലാണ്. ഹുബിനെ പറയാൻ നല്ല സുഖമാണ്, മനസ്സിലാവില്ല. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഭൗതികതരമായുള്ള കാര്യങ്ങൾ നോക്കുന്നത്, നമ്മളെ മിത്രങ്ങൾ പോലും നമ്മളെ സ്നേഹിക്കുന്നത് പലപ്പോഴും നമ്മളിൽ നിന്ന് വല്ല ആവശ്യങ്ങൾ അവർക്കില്ലായിരിക്കും. നമ്മളിൽ നിന്ന് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മളോട് അടുക്കുള്ളൂ. നമ്മെ അവർ സ്നേഹിക്കാൻ വരുമ്പോഴും എന്തെങ്കിലും ഒരു താല്പര്യം, ഒന്നുമില്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റെങ്കിലും വേണം നമ്മൾക്ക്. അല്ലാതെ ഒരാൾ നമ്മളോട് അടുക്കും, നമ്മളിൽ നിന്ന് യാതൊരു ഗുണവും കിട്ടണില്ല എന്ന് കണ്ടാൽ അവർ നമ്മൾക്ക് അകലും. മിത്രങ്ങൾ പോലും അകലും, മറ്റുള്ള ശത്രുക്കൾ. എന്നാൽ നമ്മളിൽ നിന്ന് വല്ല ആവശ്യങ്ങളും കിട്ടാനുണ്ടെങ്കിൽ ശത്രുക്കൾ പോലും താൽക്കാലികമായി നമ്മളെ മിത്രങ്ങളാവും, ശത്രുക്കൾ പോലും നമ്മളോട് അടുക്കും. അതാ കഥ. എന്നാൽ അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കണമെങ്കിൽ അള്ളാഹുവിനെ ധാരാളമായി സ്നേഹിക്കുന്ന ആളായി. അള്ളാഹിന്റെ ഹുബ്ബ് വല്ലാതെ വർദ്ധിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞ വിശ്വാസിയുടെ പൂർണ്ണത അങ്ങനെ. വിശ്വാസികളെ കൊണ്ട് അള്ളാഹു താല്പര്യപ്പെടുന്നത് അത് തന്നെ, അള്ളാഹുവിനോടുള്ള പ്രണയം ഉണ്ടാവുന്നു. നേരത്തെ പറഞ്ഞില്ല ഖുർആന്റെ ആയത്ത്, അല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിനോട് വല്ലാത്ത സ്നേഹമായി. അപ്പൊ അള്ളാഹിനോട് വല്ലാതെ സ്നേഹമായി കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടികളൊക്കെ വെറുത്ത്, സൃഷ്ടികളോട് അടുപ്പില്ല, മല കയറിപ്പോയി, സൃഷ്ടികളോട് ഇഷ്ടമില്ല, അങ്ങനത്തതല്ല ഉണ്ടാവുക. അള്ളാഹിനോട് സ്നേഹം വർദ്ധിച്ചു കഴിഞ്ഞാൽ അവന്റെ സൃഷ്ടികളോട് സ്നേഹം ഉണ്ടാവും. അത് നിഷ്കളങ്കമായ സ്നേഹം. അതിപ്പോ നമ്മളുടെ ഉസ്താദ്, നമ്മുടെ ഗുരുവിനോട് അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിനോട് വല്ലാത്ത ഇഷ്ടവും സ്നേഹം ഉണ്ടെങ്കിൽ അവന്റെ കുട്ടികളെ സ്നേഹിക്കാൻ നമ്മൾ പറയണം. നമ്മളോട് അറിയാതെ അവന്റെ കുട്ടികളോട്, അവന്റെ സന്താനങ്ങളോട്, അവനിഷ്ടപ്പെടുന്ന ആളോട് നമുക്ക് സ്നേഹം വരും. അങ്ങനെ അതിപ്പോ ആ സ്നേഹിക്കപ്പെടുന്ന ആളുകളിൽ നിന്നൊന്നും കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇദ്ദേഹത്തിനോടുള്ള സ്നേഹമാണ്. അവന്റെ മകൻ, അദ്ദേഹത്തിന്റെ മകനോട് നമ്മൾ സ്നേഹം ഉണ്ടായത്. ശരിയല്ലേ? അപ്പൊ അതൊരു സ്നേഹത്തിന്റെ ബലിയർപ്പണത്തിന്റെ ബന്ധങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. എന്നാൽ അള്ളാഹുവിനോട് ഒരാൾക്ക് സ്നേഹം ഉണ്ടായി കഴിഞ്ഞാൽ അവൻ സ്നേഹിക്കണം എല്ലാവരോടും, അവർക്ക് എല്ലാവരോടും സ്നേഹം. അള്ളാഹിന്റെ പടപ്പുകളോട് വല്ലാത്ത സ്നേഹം കൂടാ ചെയ്യുക. അത് നിഷ്കളങ്കായിരിക്കും, ഇതേപോലെ ആയിരിക്കും. ഒന്നും ഇങ്ങോട്ട് കിട്ടിയിട്ടൊന്നും വേണ്ട. അള്ള പറഞ്ഞു സ്നേഹിക്കാൻ സ്നേഹിച്ചു, അള്ള പറഞ്ഞു ആദരിക്കാൻ ആദരിക്കും. അള്ള ഇഷ്ടപ്പെടുന്നുണ്ട് ഇദ്ദേഹത്തിനെ സ്നേഹിക്കണം എന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങോട്ടൊന്നും വേണ്ട, സ്നേഹിക്കും. ഉദാഹരണമായിട്ട് ഉമ്മയോടുള്ള സ്നേഹം, ഉപ്പയോട് സ്നേഹം. അള്ളാഹിനോട് കൂടുതൽ സ്നേഹമുള്ള ആളാണെങ്കിൽ ഉപ്പയുടെ ഉമ്മയോടുള്ള സ്നേഹം, അവരിൽ നിന്ന് ഇനി എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാലും ശരി, അവർ ഉപ്പയാണോ ഉമ്മയാണോ വല്ലാത്ത സ്നേഹമില്ല, ചെറിയ സ്നേഹമല്ല. കാരണം അള്ളാഹു താല എന്നോട് സ്നേഹം കാണിച്ചത് എന്റെ ഉമ്മയിലൂടെയാണ്. അള്ളാഹു താല നമ്മളോട് സ്നേഹം കാണിക്കുന്നത് ഈ പടപ്പുകളിലൂടെയാണല്ലോ നമുക്ക് ആ സ്നേഹം അനുഭവപ്പെടുന്നത്. നമ്മൾ അള്ളാഹുവിന്റെ സ്പന്ദനങ്ങൾ, സ്നേഹം നമുക്ക് അറിയുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിന്റെ സൃഷ്ടികളിലൂടെയാണ്. അത് എന്റെ ഉമ്മയുടെ സ്നേഹം, അത് അള്ളാഹുവിന്റെ സ്നേഹം. ഉമ്മയാണ് അവർക്ക്, അള്ളാഹുവാണ് അവർക്ക് എന്ത് ചെയ്തത്? ഉമ്മയുടെ ഹൃദയത്തിൽ ഇഷ്ടപ്പെട്ടു കൊടുത്തത്. 70 മേഘാ സ്നേഹം അള്ളാഹുവിന് സൃഷ്ടികളോട് എന്ത് ചെയ്ത്? മുത്തനബി പഠിപ്പിച്ചു. അപ്പൊ എല്ലാരോടും, അന്യമതസ്ഥരോട് പോലും സ്നേഹം ഉണ്ടാവും. ഒന്നാലോചിച്ച് നോക്ക്, അള്ളാഹുവിനെ എതിര് പ്രവർത്തിക്കുന്നു, അള്ളാഹുനും അവന്റെ റസൂലിനെയും നിഷേധിക്കുന്ന ആളുകൾ, അള്ളാഹുലും അവന്റെ റസൂലിലും വിശ്വസിച്ച വിശ്വാസികൾ, വിശ്വാസിനികൾ, അവരുടെ സ്വത്തുകൾ, അവരുടെ സന്താനങ്ങൾ, അവരെയൊക്കെ കൊല്ലാകൊല ചെയ്യുന്ന ആളുകൾ, അവരെ നിഷ്ഠൂരം വധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരുടെ മക്കൾക്കൊരു വിഷമം വന്നാൽ ആ വിഷമം പരിഹരിക്കുന്നത് അള്ളാഹുവാണ്. അവരെ നിലനിർത്തിക്കൊണ്ട് ജീവൻ നൽകിയിട്ടും അറിവും വിജ്ഞാനം നൽകിയിട്ടും കാഴ്ച നൽകിയും കേൾവി നൽകിയിട്ടും എല്ലാം പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്തുകൊണ്ടേയിരിക്കെ തന്നെ അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അവന്റെ ദേഹം. ഇവര് നേരെയാവും, ഇവർ ഇനിയും നേരെയാവും എന്നുള്ള ആ ഒരു ഇതില് അള്ളാഹു താല വീണ്ടും അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് അവരോടുള്ള ആ സ്നേഹം കാരണം. അതായത് ഇനിയും അവര് നേരാവും, അവസാനം വരെ, അവരുടെ മരണം വരെ അള്ളാഹു താല കാത്തു അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അവര് നേരാവും. എന്നിട്ടോ മരണശേഷവും എന്തെങ്കിലും കാരണം കൊണ്ട് ഇവരെ സ്വർഗീയമായ അനുഭൂതികളിലേക്ക് ഇവരെ മാറ്റണം എന്ന് തന്നെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. അള്ളാഹു അതന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവന്റെ സൃഷ്ടികളെ, അവൻ പഠിച്ച പരിപാലന സൃഷ്ടികളെ എങ്ങനെയൊക്കെയെങ്കിലും
എന്തെങ്കിലും ഒരു ഉപാധി കൊണ്ട് അവർക്ക് സ്വർഗീയ അനുഭൂതികൾ നൽകണമെന്നാണ് അള്ളാഹ് ഉദ്ദേശിക്കുന്നത്. അത് ഹദീസ് എടുത്ത് നോക്കിയാലും ഖുർആൻ എടുത്ത് നോക്കിയാലും ശരിക്കും മനസ്സിലാവും. ഇതിനെ സംബന്ധിച്ച് ശരിക്കും പഠിക്കാത്ത ആളുകളാണ് ശരിയാമണത്തിൽ മനസ്സിലാക്കാത്തതുകൊണ്ട് തെറ്റിദ്ധാരണയിൽ പോകുന്നത്. എന്റെ പ്രിയമുള്ളവർ, അള്ളാഹ്ക്ക് വല്ലാത്ത സ്നേഹമാണ് അവന്റെ പടപ്പുകളോട് മനസ്സിലാവും. അപ്പൊ അള്ളാഹു താല ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവർക്ക് അള്ളാഹു താല ഗുണങ്ങൾ ചെയ്തുകൊണ്ട്, അതുകൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടി എന്നുള്ള നിലക്ക് അവരോട് സ്നേഹം ഉണ്ടാവും, ആരോട് വെറുപ്പുണ്ടാവില്ല. പൂർണ്ണ വിശ്വാസിക്ക് ഒരിക്കലും വെറുപ്പുണ്ടാവില്ല. അവര് നേരാവട്ടെ എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അവരെങ്ങനെയെങ്കിലും അവർ ഹിദായത്ത് കിട്ടട്ടെ, അവരെ വഴികളിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ആഗ്രഹം ഉണ്ടാവും. ശത്രുക്കളോട് പോലും സ്നേഹം വരും. മനുഷ്യരോട് മാത്രമൊന്നല്ല, ജന്തു ജീവജാലങ്ങൾ, അതായത് പറവകള്, എന്താ പറയാ, പ്രാണികൾ, എല്ലാ ജീവത്തിന്, മറ്റുള്ള ജന്തുക്കൾ, എല്ലാത്തിനോടും ഇവന് വല്ലാത്ത സ്നേഹം. ശരിയായ ദീന് ശരിയാമണ്ഡത്തിൽ പഠിച്ചാൽ, അള്ളാഹുവിനെ സംബന്ധിച്ചും അവന്റെ റസൂലിനെ സംബന്ധിച്ച് ശരിയാമണ്ഡത്തിൽ മനസ്സിലാക്കുക, ഈ ഹുബ്ബ് വരും. അത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ഹുബ്ബ് എന്ന് പറഞ്ഞാൽ, സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ബലിയർപ്പണത്തിന്, ശരിയാ സ്നേഹം ഉണ്ടെങ്കിൽ ബലിയർപ്പണം, അത് ഉറപ്പാണ്. അത് അത് പറച്ചിലല്ല, അതിന് പ്രായോഗികവൽക്കരണത്തിൽ ത്യാഗം ഉണ്ടാവുക. ത്യാഗം അല്ലെങ്കിൽ എന്ത് സ്നേഹമുണ്ട്? അള്ളാഹു താല പരീക്ഷിക്കും എന്ന് പറയും അല്ലെ. നമ്മളെ അള്ളാഹു താല സൃഷ്ടിച്ചത് ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങൾക്ക് മരണവും നിങ്ങൾക്ക് ജീവിതവും സൃഷ്ടിച്ചത് നിങ്ങൾ ആരാണ്, അത് നല്ല ഉത്തമമായ പ്രവർത്തനത്തിന് പരീക്ഷിക്കാൻ വേണ്ടി. ആ പരീക്ഷണം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഈ വിധത്തിലുള്ള ഈ ലോകം ഉണ്ടല്ലോ, അഞ്ചറ് പഞ്ചതായ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ച അയച്ചു തന്നെ ഒരു പരീക്ഷണം. കാരണം ഈ ലോകത്തുള്ള ഒരു സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട്. ആ സംവിധാനത്തിൽ മാറ്റ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവും. ആ സംവിധാനം അതിൻ്റെതായ രീതിയിൽ തുടരും. അപ്പൊ അതില് നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇതില് നാശങ്ങൾ ഉണ്ടാവും, ഇതില് കുറവുകൾ ഉണ്ടാവും, ന്യൂനതകൾ ഉണ്ടാവും. അങ്ങനത്തെ ലോകത്തേക്കല്ല പടച്ചിട്ട് ഇതിൽ വരുന്ന പ്രയാസങ്ങളിൽ നീ എന്ത് ചെയ്യണം? അതിലൊക്കെ അത് അള്ളാഹു താലാന്റെ, ഞാൻ അള്ളാഹുലേക്ക് മടങ്ങേണ്ടവനാണ്. അവിടുത്തെ ജീവിതമാണ് വലിയ ജീവിതം, അവിടുത്തെ ജീവിതമാണ് നിത്യജീവിതം. അള്ളാഹു താല പറഞ്ഞിട്ടുള്ളത് ഇവിടെയുള്ള ഈ പ്രയാസങ്ങളിൽ ക്ഷമിക്കണമെന്നും ഇവിടെയുള്ള ഗുണങ്ങൾ കിട്ടുമ്പോൾ അതിന് അള്ളാഹ് ശുക്ർ ചെയ്യണമെന്നും. കാരണം ഇവിടെ ഗുണങ്ങൾക്കുള്ള സാധ്യത ഒന്നുമില്ല. വല്ല ഗുണം ഉണ്ടെങ്കിൽ അള്ള ചെയ്തു തരണം. അങ്ങനത്തെ ലോകമാണിത്. അത് തന്നെയാണ് പരീക്ഷണം. അല്ലാതെ വെറുതെ നമ്മൾക്ക് എന്തെങ്കിലും വരുമ്പോൾ അള്ള പരീക്ഷിക്കുകയാണ്, ദാരിദ്ര്യം വരുമ്പോൾ അള്ള പരീക്ഷിക്കുകയാണ്. അത് അള്ളാഹു എനിക്ക് പുറത്ത്, ഒന്നില്ലെങ്കിൽ എനിക്ക് പാപം പൊറുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്റെ പദവി എടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം അങ്ങനെ ആയിക്കോളണമെന്നൊന്നുമില്ല. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരാൾ പഠിക്കേണ്ട കാലത്ത് ശരിക്കും പഠിച്ചില്ല, ഇവിടുത്തെ സംവിധാനത്തിനനുസരിച്ച് അള്ള ചെയ്യും. അത് ഇവൻ ഖുർആൻ ഓതുന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, ളുഹാ നിസ്കരിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ മറുഭാഗത്ത് ഇസ്ലാമിന്റെ ശത്രുവാണ് വിചാരിക്കും. അവൻ നിസ്കരിക്കണില്ല, നോമ്പ് നോക്കണില്ല. ഇസ്ലാമിന്റെ ശത്രു എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാത്തവനോ നോമ്പ് നോക്കാത്തവനല്ല. മുസ്ലിം ആയതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ റസൂലും വിശ്വസിന്റെ പേരിൽ, ഇസ്ലാം ആയതിന്റെ പേരിൽ കൊല്ലാക്കലോ ചെയ്യുന്ന ആളുകൾ, പീഡിപ്പിക്കുന്ന ആളുകൾ, ജനങ്ങളെ, മുസ്ലിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ആൾക്കാർ, അവരാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ അല്ലെ. അപ്പൊ അങ്ങനത്തെ ആള് പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്? നല്ല ഉള്ള കാലത്ത് നല്ല പഠിച്ച് ഉഷാറായിട്ട് പഠനത്തിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്കല്ല വിജയം നൽകാൻ. ഇവിടുത്തെ സംവിധാനത്തിലല്ല അങ്ങനെ പ്രവർത്തിക്കുന്നത്. നിനക്കോ നിന്റെ തെക്കുവക്കുള്ളതൊക്കെ വേറെ കിട്ടും പ്രതിഫലം. പക്ഷെ ഇവിടുത്തെ സംവിധാനത്തിനനുസരിച്ച് അള്ളാഹു താല ചെയ്യുള്ളൂ. അത് ഇന്റർവ്യൂ ആയാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല. നമ്മൾക്ക് അസുഖം വന്നു, ഒരു വ്യക്തിക്ക് ഒരു അസുഖം വന്നു. ഉദാഹരണമായിട്ട് എന്താ പറയാ, അയാള് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ എടുക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, മറ്റേ എല്ലാ കാര്യങ്ങളും സുന്നത്തുകളായ കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. പക്ഷെ ഒരു സുന്നത്ത് മാത്രം എടുക്കൂല. മൂപ്പര് നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ട്, അടിപൊളിയായിട്ട് മൂപ്പര് ഭക്ഷണം കഴിക്കും, ഒരു കൊഴുപ്പുള്ളത് കഴിക്കും. മുത്തനബിയുടെ സുന്നത്ത് എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണ്? ഒരു 1/3 ഭാഗം ഭക്ഷണത്തിന് വേണ്ടി ഒഴിവാക്കണം, 1/3 ഭാഗം വെള്ളത്തിന് വേണ്ടി ഒഴിവാക്കണം, ഒരു ഭാഗം ശ്വാസം വലിക്കാൻ വേണ്ടിയിട്ട് വായുവിന് വേണ്ടി ഒഴിവാക്കണം. അതായത് അൻഫാസിയ ദിക്ർ, അങ്ങനെയുള്ള ആയാസകരമായ ദിക്റിന് വേണ്ടി ഒഴിവാക്കുക. ഏതാണ്? ശ്വാസം വലിക്കാൻ വേണ്ടി ഒഴിവാക്കുക. ഇത് അതൊന്നും നോക്കാൻ നല്ല വെട്ടി വിഴുങ്ങുന്ന നല്ല രുചികരമായ ഭക്ഷണങ്ങൾ വെട്ടി വിഴുങ്ങി താങ്ക് വരെ എത്തും. അങ്ങനെ കഴിച്ച് അവസാനം അയാൾക്ക് അറ്റാക്ക് വന്നു, കൊളസ്ട്രോള് കൂടി ചത്തു. കുറെ കാശൊക്കെ ചെലവാക്കി മറ്റോ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്ന് ഉസ്താദ് വന്നു, അള്ളാന്റെ പരീക്ഷണമാണ്, അല്ലാഹു തആല നിങ്ങൾ തഖ്വ ചെയ്യുന്ന ആളല്ലേ, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളല്ലേ, അള്ളാന്റെ പരീക്ഷണമാണ്, നമ്മളെ പാപം പൊറുക്കാനാണ്. അദ്ദേഹം അൽഹംദുലില്ലാ, അതെ എന്റെ പാപം പൊറുക്കാനാണ്. അദ്ദേഹം വ്യാമോഹിക്കാണ്, പാപം പൊറുക്കുന്നു. എന്ത് കഥ!
അത് പാവം പൊറുക്കാനാ? അത് അങ്ങനൊന്നുമല്ല. നമ്മൾ ഇതിനൊക്കെ വേറൊരു മോഡലാക്കി മാറ്റണം. ഇത് പാപം പൊറുക്കാനുള്ള ഒന്നല്ല. അത് ഇവിടുത്തെ ഒരു സംവിധാനം അള്ള വെച്ചിട്ടുണ്ട്. മുത്തുനബി അള്ളാഹു താല അള്ളാന്റെ സന്ദേശം നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ട പ്രവാചകർ വരുന്നത്. പ്രവാചകൻ വന്നു, അതൊന്നും ഓൻ കേട്ടില്ല. മൂപ്പര് മറ്റുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു സംവിധാനം ഉണ്ട്. ഈ സംവിധാനത്തിനനുസരിച്ചുള്ള ഒരു സന്ദേശം മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, അത് കേട്ടില്ല. വാരി വലിച്ചു വിഴുങ്ങി. അങ്ങനെ വിഴുങ്ങിയപ്പം ഇവിടത്തെ കാര്യകാരണ ബന്ധങ്ങളോടും മാധ്യമങ്ങളോടും ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ സംഭവിക്കും. അങ്ങനെ നിനക്ക് ബ്ലോക്ക് വന്നു, അത് അള്ളാന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകം നിന്റെ മേലെ നിങ്ങളെ പാപം പൊറുക്കാൻ വേണ്ടി ഒരു പരീക്ഷണം തന്നൊന്ന് ആണെന്നൊന്ന് മനസ്സിലാക്കി പോകരുത്. ആവാം, അത് അള്ളാഹ്ക്ക് അറിയുള്ളൂ, അതിന്റെ ഹിക്മത്ത് നമുക്ക് അറിയില്ല. പക്ഷെ അങ്ങനെ മനസ്സിലാക്കില്ല, അത് നമ്മളെ തെറ്റുകൊണ്ട് വന്നതാണ്. നമ്മൾ പൊറുക്കലിനെ തേടണം. അപ്പം പഠിച്ചവനെ തെറ്റ് പറ്റിപ്പോയി, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. അങ്ങനെ നീ ഭക്ഷണമൊക്കെ നിയന്ത്രിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ നമ്മൾ ഉദ്ദേശിച്ചെങ്കിൽ അത് മാറി. ഇങ്ങനെ രോഗങ്ങളെ കാര്യങ്ങൾ, മറ്റുള്ള പഠനത്തിന്റെ കാര്യങ്ങൾ, പരീക്ഷക്കൊന്നും പഠിക്കാതെ വലിയ മുത്തക്കിയാണ് അങ്ങനെ പരീക്ഷക്ക് പഠിക്കാത്തവൻ പാപിയാണെങ്കിലും അല്ല പരീക്ഷക്ക് പഠിക്കുന്നവൻ പാപിയാണെങ്കിലും അവർക്ക് അതിൻ്റെതായ ഇതിൽ പോലെ അള്ളാഹു ചെയ്യും. ഇവിടുത്തെ രംഗങ്ങൾ ഇങ്ങനെ പോകും. പിന്നെ എന്താണ്? നിന്റെ അടിമത്തെ രേഖപ്പെടുത്തിയുള്ള അള്ളാഹുവിനോട് നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹു ഉദ്ദേശങ്ങൾ ഇതൊരു വ്യത്യാസം ഉണ്ടാക്കാം. അത് അള്ളാഹിന്റെ ഇഷ്ടമാണ്, അത് നിർബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാവൂല. ഹുബ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അള്ളാഹു അവസാന കാലം വരെ ഇവിടെ ഒരു സംവിധാനത്തോട് കൂടി വരും. പിന്നെ ഉണ്ടാകുന്നൊക്കെ നമ്മൾ ചെയ്തതിന്റെ പേരിലാണ്. അതൊക്കെ അള്ളാന്റെ പരീക്ഷണം. വെള്ളപ്പൊക്കം വന്നത്, ഉരുൾപൊട്ടിയത്, ഇവിടെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ അള്ളാന്റെ പരീക്ഷണമല്ല. അള്ളാന്റെ പരീക്ഷണം ഇങ്ങനെയുള്ള ഒരു ഭൂമിയെ നമ്മെ വസിപ്പിച്ചു എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ അതിനെ നമ്മൾ നേരം പോലെ കൊണ്ടുപോയില്ല. മലകളൊക്കെ ഒന്നാകെ തകർത്തി വിട്ടു, പാറകളൊക്കെ പൊട്ടിച്ചു കളഞ്ഞു. മനസ്സിലാവുണ്ടോ? വെള്ളം പറ്റാനുള്ള സ്രോതസ്സുകളൊക്കെ അടച്ചു കളഞ്ഞു, അവിടെ കോൺക്രീറ്റ് ഇട്ടു. ഇങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്തതിന്റെ പേരിൽ ഇവിടെ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവും, അതുണ്ടാവും. എന്നിട്ട് അത് അള്ളാന്റെ ഭാഗത്ത് പരീക്ഷണം മനസ്സിലാക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. അത് നമ്മൾ സമൂഹമായി ജീവിക്കുന്നവരാണ്. അത് മറ്റൊരു വ്യക്തിയുടെ എന്താ പറയാ പ്രകൃതിയോട് നടത്തുന്ന അള്ളാഹു ഇവിടെ നിങ്ങൾക്ക് നൽകിയ ഈ താൽക്കാലിക വീട്, അതായത് ഈ ഭൂമി, ഇതിനോട് മറ്റുള്ള വ്യക്തി എന്താ പറയാ ആ ഭൂമിയോട് അക്രമം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളും അതിൽ പെട്ടുപോകും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ഭാഗത്ത് അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, വെള്ളപ്പൊക്കങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ ആ അക്രമകാരികൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാലായനം ചെയ്യാൻ പറ്റുന്നത് പാലായനം ചെയ്യണം. ഇവിടുത്തെ വ്യവസ്ഥ പാലായനം ചെയ്യാൻ അവിടെ തന്നെ കൂടി നിന്നുകാണ്ട് നിന്റെ മേലെ അക്രമം വന്നു കഴിഞ്ഞാൽ അത് പരീക്ഷണം എന്ന് പറയണേല് അത് എനിക്ക് മനസ്സിലാവണില്ല. അതെന്താ ഇതിനുള്ള അർത്ഥം? അള്ളാഹു താല ഇവിടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്തു, അവിടെ അക്രമം സഹിക്കാൻ പറ്റാതെ വല്ലാതെ അള്ളാഹിന്റെ കൽപ്പന വന്ന് ഹിജ്റ ചെയ്തു, പലായനം ചെയ്തു. പലതും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് മാതൃകകൾ. അതൊന്നും ചെയ്യാതെ എനിക്ക് അവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ അതിൻ്റെതായ രീതികൾ വരും. അവിടെ അള്ളാഹു എങ്ങനെയാണ് ചെയ്യുന്നത് അതേമാതിരി ചെയ്യും. മനസ്സിലാവണം. നമ്മൾ തന്നെ അക്രമകാരികളായ ആളുകളെ ജയിപ്പിച്ച് വിട്ടുങ്ങാണ്ട് അവർക്കുള്ള എല്ലാവിധമായ സപ്പോർട്ടും ചെയ്തും കൊണ്ട് ഒന്നും പ്രതികരിക്കാതെയും അതൊന്നും ചെയ്യാതെ കണ്ട് അവര് നമ്മളെ മേലെ വന്നിട്ട് അവർ അക്രമം പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അത് നമ്മൾ പറഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ എന്തുകൊണ്ട് അവരെ ജയിപ്പിച്ചു വിട്ടു? നമ്മൾ എന്തുകൊണ്ട് അവരുടെ നീച കാര്യങ്ങൾ കണ്ണുമ്പിക്കൊണ്ട് അവരോട് എന്ത് ചെയ്തു? ഒത്താശ ചെയ്തു. ഇതൊക്കെ വിഷയങ്ങളാണെന്ന് പറയാം. ഞാൻ എല്ലാം അതുപോലെ ആണെന്നല്ല പറയണത്, എന്നാൽ അതിൽ ഒരു സത്യമുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണത്. ലഹറൽ ഫസാദു ഫിൽ ബജ്ജി വൽ ബഹരി ലിമാ കസബത്ത് ഐദിന്നാസ് ബിമാ കസബത്ത് ഐദിന്നാസ്. ഭൂമി കരയിലും കടലിലും നാശം വിധിച്ചു. നാശം വന്നു. കടലിലാണെങ്കിൽ വെള്ളപ്പൊക്കം, പ്രകൃതിക്ഷോഭങ്ങൾ, കരയിലാണെങ്കിൽ ഇതേപോലെ ഉരുൾപൊട്ടല്, ഭൂകമ്പങ്ങൾ, അല്ലെങ്കിൽ വേറെ അക്രമങ്ങള്, അനീതികള്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. എന്താ പറയണത് ഖുർആന്? ബിമാ കസബത്ത് ഐദിന്നാസ്, ജനങ്ങൾ അവരുടെ കരം പ്രവർത്തിച്ചത് കാരണമാണ്. അപ്പൊ ജനങ്ങളെ പ്രവർത്തനം കൊണ്ടുവരുമ്പോൾ ആ പ്രവർത്തിച്ച ആളുകൾക്ക് അതിൻ്റെതായ ശിക്ഷയും രക്ഷയും അള്ളാഹ് നൽകുമെന്ന് മാത്രം. അല്ലാതെ എല്ലാം അള്ളാഹിന്റെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളെ ഇവിടെ ആക്കിയതാണ് പരീക്ഷ. അതിനു വേണ്ടിയിട്ട് അള്ളാഹ് ഈ ഭൂമിയിലേക്ക് വിട്ടു. നമ്മൾ അവിടെ അള്ളാഹുവിന്റെ ഖലീഫയായി, പ്രതിനിധിയായി, പ്രവാചകനിലൂടെ അള്ളാഹു നമ്മൾക്ക് അറിയിച്ച സന്ദേശം അനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും അറിയും? പരീക്ഷണങ്ങൾ പല വിധത്തിലും വരും. പക്ഷെ അള്ളാഹുവിന്റെ പ്രത്യേക സഹായം ഉണ്ടായി. അത് അവന്റെ മനസ്സിന് സമാധാനവും സന്തോഷവും, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വല്ലാത്ത സന്തോഷം അവന്റെ ഉള്ളിലുണ്ടാവും. അവനക്ക് ആ പ്രയാസം തോന്നില്ല. ആ വിധത്തിൽ അള്ളാഹു അവനെ കൊണ്ടുവന്നു.
നമ്മൾ വേണമെങ്കിൽ ചരിത്രങ്ങൾ വായിച്ചു, അതിൽ പെട്ടതാണ് ഇപ്പൊ ഹുസൈൻ റളിയല്ലാഹുവിന്റെ ഷഹാദത്ത്. പല ആളുകളും മനസ്സിലാക്കുന്നത് പ്രയാസമാണ്. അല്ല, ഇസ്ലാമില് ഇസ്ലാം ശരിക്കുള്ള ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചോളം ദീൻ എന്ന് പറഞ്ഞാൽ ആകെ സ്നേഹവും കാരുണ്യവും സുഖവുമാണ്, ബലിയർപ്പണത്തിന്റെ പേരാണ്. ഉമർ റളിയല്ലാഹു ഈ മുഹറത്തിലാണ് ഉമർ റളിയല്ലാഹു ഷഹീദായത് അല്ലെ, നമ്മുടെ ഹുസൈൻ റളിയല്ലാഹുവിന്റെ ഷഹാദത്തിന്റെ. അതൊക്കെ വലിയൊരു നേട്ടാണ് ഇസ്ലാമിൽ, വലിയ വിജയമാണ്. അവർ ആഗ്രഹിച്ചിരുന്നതാണ് അതൊക്കെ, ഷഹാദത്തൊക്കെ. അവർ അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണത്താൽ അവരെ ബലിയർപ്പിക്കും. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവരെ മാത്രമല്ല, അവര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിപ്ലവത്തിന് പോയതൊന്നുമല്ലല്ലോ. കർബല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നത് എങ്ങനെയാണ്? യസീദ് മുആവിയ റളിയല്ലാഹു അൻഹുവിന് ശേഷം, ഭരണത്തിന് ശേഷം യസീദിനെ അതിലേക്ക് തെരഞ്ഞെടുത്തപ്പോൾ അവരുമായി ഇസ്ലാമിൽ ഒരു വിഷയമുണ്ട്. ഒരു ഭരണാധികാരി ആക്കുന്നത് ബൈഅത്തിലൂടെയാണ്. ആ ഭരണാധികാരി അംഗീകരിക്കാതെ ബൈഅത്ത് ചെയ്ത മാറി നിന്നാൽ ആ ഭരണാധികാരിയുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമൊന്നുമില്ല. അത് ഭരണാധികാരി ഇഷ്ടമുള്ളത് ചെയ്യും. പക്ഷെ ഇദ്ദേഹത്തിന് ഭരണാധികാരിയായിട്ട് ഒരാളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭരണാധികാരി എന്ത് ചെയ്യേണ്ടി വരും? അനുസരിക്കേണ്ടി വരും. നിന്റെ നേതാവ് ചുരുളൻ മുടിയുള്ള ഒരു അബിസീനിയക്കാരനാണെങ്കിലും ശരി, നീ അദ്ദേഹത്തെ അനുസരിക്കണം. ഭരണാധികാരികളെ അനുസരിക്കാതെ മാറിക്കാൻ പാടില്ല. പക്ഷെ ഭരണാധികാരിയെ ഏറ്റെടുക്കുന്ന ഒരു സന്ദർഭം ഇസ്ലാം നൽകുന്നുണ്ട്. അങ്ങനെ യസീദ് അവനെ സംബന്ധിച്ച് ആളുകൾക്ക് ശരിക്കറിയാം. കുറെ ആളുകൾ യസീദിനെ തൊട്ട് ബൈഅത്ത് ചെയ്യാതെ കൂഫയിലുള്ള ആളുകൾ മാറി നിന്നു. യസീദുമായി ഞങ്ങൾ ബൈഅത്ത് ഭരണാധികാരിയായിട്ട് ഏറ്റെടുക്കാൻ തന്നെ തയ്യാറല്ല. അവര് കത്തുകൾ എത്രയോ 100ഓളം കത്തുകൾ എഴുതിയിട്ട് ഹുസൈൻ റളിയല്ലാഹു ക്ഷണിക്കുകയാണ്. ഞാൻ ചരിത്രം വിവരിക്കല്ല, ഒരു യാഥാർത്ഥ്യത്തെ പറയുകയാണ്. എങ്ങനെയാണ് ഈ ബലിയർപ്പണം എന്നത് ഹുസൈൻ റളിയല്ലാഹു അറിയാം, വല്ലാത്തൊരു വിഷയമാണ്. അപ്പോ അങ്ങോട്ട്, കാരണം ഒരു ഭരണാധികാരി അവിടെ ഉണ്ടായിരിക്കുമ്പോൾ രണ്ടാമത്തെ ഒരു സത്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് നേതൃത്വം ഏറ്റെടുക്കണം. ഇദ്ദേഹത്തിന്റെ കിരാതമായ ഭരണത്തിൽ രക്ഷപ്പെടാനും ഇദ്ദേഹത്തിന്റെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും കൊലപാതകങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് നേതാവായിട്ട് നിങ്ങൾ വരണം, നിങ്ങൾ ബൈഅത്ത് ചെയ്യാൻ തയ്യാറ്. അപ്പൊ അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് ഒരു ജനതയുടെ ഒരു ഗുണത്തിന് വേണ്ടിയിട്ടും ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിനും വേണ്ടി ഹുസൈൻ റളിയല്ലാഹു പോകാൻ തയ്യാറാണ്. കരാറ് ചെയ്ത് അവര് എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം, എന്നാലും വേണ്ടില്ല, മനസ്സിലാവണം. കാരണം യസീദിന്റെ ഭരണം എന്ന് പറഞ്ഞാൽ ആ ഭരണം തുടരാണെങ്കിൽ ദീൻ ഇവിടെ ഉണ്ടാവില്ല. ആ വിധത്തിലുള്ള പോക്കാണ് പോകുന്നത്. എല്ലാത്തിനും മാറ്റിമറിക്കപ്പെടാൻ, ആ ജനങ്ങളിലേക്ക് ഇനി വരാൻ പോകുന്ന തലമുറകളിലേക്ക് ദീൻ എത്തിച്ചു കൊടുക്കാനുള്ള കാലാണ്. അവിടെ യസീദ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വല്ലാത്ത പ്രയാസം, ഇവരുടെ തലമുറകളൊക്കെ നശിച്ചു പോയി, ദീനില്ലാതായി പോയി. അങ്ങനത്തെ ഭരണമാണ് കാഴ്ച. അപ്പൊ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് ഹുസൈൻ റളിയല്ലാഹു പോകുന്നത്. അവര് യുദ്ധത്തിന് പോവല്ല. യുദ്ധത്തിന് പോവാണെങ്കിൽ ഭാര്യനെയും കുട്ടികളെയും കുടുംബക്കാരെ കൂട്ടിയിട്ടാ പോവില്ലല്ലോ. അവര് യുദ്ധത്തിനല്ല പോകുന്നത്, അവർ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. നല്ലൊരു ഭരണം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോ അവര് സ്വന്തം മകളെ കൂട്ടി, സ്വന്തം മക്കളെ കൂട്ടി, സന്താനങ്ങളെ കൂട്ടി, പെങ്ങളുണ്ടായിരുന്നു, കുടുംബക്കാരുടെ കുറച്ച് ഖാദിമ്യങ്ങൾ ഉണ്ടായിരുന്നവരുടെ പോവാണ്. പലരും അവരുടെ കൂഫക്കാരുടെ സ്വഭാവം ഇന്നതാണെന്ന് പിന്തിരിപ്പിക്കാൻ നോക്കി. എന്നാലും ഇങ്ങനെയൊരു നല്ല കാര്യത്തിനല്ലേ ഞാനങ്ങനെ പിന്തിരിഞ്ഞാൽ അവിടെ ദീനില്ലാതായി പോവുമല്ലോ വെച്ചിട്ടാണ് പോണത്. അതാ പറയുന്നത്. അങ്ങനെ പോയി അവിടെ എത്തി, ചുരുക്കം അവിടെ എത്തിയപ്പോ യസീദിന്റെ ഗവർണറായ ഇബ്നു സിയാദിന്റെ ഭീഷണി കാരണത്താൽ, ഭീഷണിക്ക് വഴിപ്പെട്ട് അവർക്ക് അങ്ങോട്ട് കൂടി ബൈഅത്ത് ചെയ്യാൻ തയ്യാറായില്ല. ഹുസൈൻ റളിയല്ലാഹു വാക്ക് പാലിച്ചില്ല, വാക്ക് മാറി, അവരെല്ലാം അവിടെ പോയി. അപ്പൊ ഹുസൈൻ റളിയല്ലാഹു കുടുംബത്തോട് തിരിച്ചു പോവാൻ വേണ്ടി നിൽക്കുമ്പോൾ യസീദ് പറഞ്ഞു, യസീദിന്റെ ഗവർണറുടെ അടുക്കൽ സന്ദേശം അയക്കാൻ തിരിച്ചു പോകാൻ പറ്റൂല, ഒന്നില്ലെങ്കിൽ യുദ്ധം ചെയ്യുക, അതല്ലെങ്കിൽ യസീദുമായി ബൈഅത്ത് ചെയ്യാൻ നിർബന്ധിച്ചു. യസീദുമായിട്ട് നിങ്ങളും ബൈഅത്ത് ചെയ്യണം എന്ന് പറഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു ഒന്നാമത് കൂഫക്കാരനല്ല. ഹുസൈൻ റളിയല്ലാഹു ഇവിടുന്ന വരുന്നത് മുത്തനബിയുടെ ഹലറക്കുന്ന വരുന്നത്. അവിടെ യസീദിന്റെ ഭരണമൊന്നുമില്ല. അവിടെ പോയി ഇവർക്ക് ഇവർക്ക് കൈ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്നത്. രണ്ട്, ഒരിക്കലും യസീദിന് ഈ ജനങ്ങൾ പോലും അവന്റെ കിരാത ഭരണത്തിന് അവന്റെ വളരെ മോശമായിട്ടുള്ള ഭരണം കാരണത്താൽ പൊറുതിമുട്ടിയിട്ടാണ് ഹുസൈൻ റളിയല്ലാഹു വിളിച്ചത്. ആ മോശമായ ഭരണത്തിന് ഹുസൈൻ റളിയല്ലാഹു കൈ കൊടുത്തു കഴിഞ്ഞാൽ, കരാറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം സപ്പോർട്ടായി, പിന്നെ അവർക്ക് സുഖമായി, പിന്നെ ദീനതി ആ വിധത്തിലായിട്ട് ഇല്ലാതായി. അപ്പൊ ഹുസൈൻ റളിയല്ലാഹു എന്ത് ചെയ്തില്ല? കൈ കൊടുക്കാൻ ചെയ്യാം. ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കൈ കൊടുക്കാൻ. ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. ആവശ്യമില്ല, എനിക്ക് ഇങ്ങനെ ഭരണമൊന്നും ആവശ്യമില്ല. അവര് പറഞ്ഞപ്പോ ഞാൻ പൊക്കോളാം. അപ്പൊ സമ്മതിച്ചില്ല. പറ്റൂല, എന്നാ യുദ്ധം ചെയ്യാം. നിർബന്ധി യുദ്ധം ചെയ്യാൻ തോന്നി.
അപ്പോൾ ഹുസൈൻ അള്ളഹാൻ അവിടെ കരം കൊടുക്കുകയാണെങ്കിൽ, അവരുടെ കൈ കൊടുക്കുകയാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെട്ടു വരാം. ഹുസൈൻ അള്ളഹാൻ അറിയാം ആകെ കുറച്ചാളാണ്, അദ്ദേഹവും 70 സംതിങ് ആളുകൾ മാത്രമേ ഉള്ളൂ കർബലയിൽ. ഇത് ആയിരക്കണക്കിന് ആളുകളാണ്. ഹുസൈൻ അള്ളഹാൻ അറിയാം കൈ കൊടുത്തിട്ടില്ല യുദ്ധം ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഇവിടെ ഷഹീദാവേണ്ടി വരും. പക്ഷെ ഹുസൈൻ അള്ളഹാൻ എന്ത് ചെയ്തില്ല? ദീനിന്റെ നിലനിൽപ്പിനും അതാ പറഞ്ഞ അള്ളാഹിന് വേണ്ടിയുള്ള ബലിയർപ്പണം, അള്ളാഹിനോടുള്ള സ്നേഹം, ഹുബ്ബ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ത്യാഗം. തന്റെ ജീവനോ തന്റെ കുട്ടികളോ സന്താനങ്ങളോ അവരുടെ നിലനിൽപ്പ് എന്നല്ല നോക്കിയത്. അവിടെ എങ്ങനെ, അവിടെ സത്യം എങ്ങനെയാണ് എന്ന്, സത്യത്തിൽ എങ്ങനെയാണ് പിൻപറ്റേണ്ടത്, സത്യത്തിന് എങ്ങനെയാണ് സത്യത്തിന് നിലനിൽപ്പ് നൽകേണ്ടത് എന്നുള്ളത് ഹുസൈൻ അള്ളഹാൻ കാണിക്കുന്നത്. അതാണ് നമ്മളെ ഷെയ്ഖായ ഖാജ മൊയ്നുദ്ദീൻ അജ്മീരി റളിയല്ലാഹു അൻഹു ഹുസൈൻ അള്ളഹാനെ സംബന്ധിച്ച് പാടിയത്. നമ്മുടെ ഷെയ്ഖന്മാരൊക്കെ പറയാറുണ്ട്, ആ ഈരടികൾ പാടാറുണ്ട്. എന്താണ്? ഷാഹസ്തു ഹുസൈൻ ബാദ്ഷാഹസ്തു ഹുസൈൻ. ഹുസൈൻ റളിയല്ലാഹു അൻഹു രാജകുമാരനാണ്, രാജാവാണ്. മനസ്സിലാവും. എന്നിട്ട് മഹാനായ ഖാജ റളിയല്ലാഹു അൻഹു വിവരിക്കാൻ എന്താണ്? ദീൻ അസ്തു ഹുസൈൻ ദീൻ പനാ അസ്തു ഹുസൈൻ. ഹുസൈൻ റളിയല്ലാഹു അൻഹു ദീനാണ്, ദീനിന് അഭയം നൽകിയവർ. അതായത് ഹുസൈൻ റളിയല്ലാഹു അൻഹു ആണ് ശരിക്കും പറഞ്ഞുകൊണ്ടെങ്കിൽ ദീനിനെ എന്ത് ചെയ്തത്, ദീനിന്റെ നിലനിൽപ്പ് നൽകിയത് ഹുസൈൻ റളിയല്ലാഹു. അങ്ങനെ ദീൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ അഭയം പ്രാപിച്ചു. അതായത് ദീനിനെ നശിപ്പിക്കുന്ന ആളുകളിൽ നിന്നും ദീനിന് അഭയം നൽകിയത് ഹുസൈൻ റളിയല്ലാഹു അൻഹു. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, ഖാജ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയാണ്. എന്താ പറയണത്? സർദാദ് നദാദ് ദർ ദസ്ത യസീദ്. അദ്ദേഹം സർദാദ് തല കൊടുത്തു, പക്ഷേ നദാദ് കൈ കൊടുത്തില്ല. ദർ ദസ്ത യസീദ്, യസീദിന്റെ കരങ്ങളില് കൈ കൊടുക്കാൻ തയ്യാറായില്ല, തല വേണമെങ്കിൽ കൊടുത്തു, തല കൊടുത്തു. മഹാനവർ പറഞ്ഞു, ഹഖാക ബിനാ ലാ ഇലാഹ ഹുസൈൻ. ഹുസൈൻ റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ആണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ശക്തിപ്പെടുത്തി. അങ്ങനെ ആ സത്യാവസ്ഥയെ ഖാജ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹു സത്യാവസ്ഥ വിവരിക്കുന്നുണ്ടായി. ആ വിധത്തിൽ അവര് ബലിയായി. അവര് മാത്രം, അവരുടെ കുടുംബം ആലോചിച്ചു. അവരുടെ കുടുംബത്തോട് അവർ പറഞ്ഞു, എന്റെ രക്തത്തെയാണ് അവർ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോയി, നിങ്ങൾക്ക് ഞാൻ സ്വാതന്ത്ര്യം തരാം, നിങ്ങൾ മടങ്ങിപ്പോയിക്കോളി, ഞാൻ മാത്രം മതി, നിങ്ങൾ എന്റെ കൂടെ കൂടണ്ട, കാരണം നിങ്ങൾ കൂടി നിങ്ങളെ ഇത് ബുദ്ധിമുട്ടിക്കണ്ട, നിങ്ങൾ പ്രയാസപ്പെടുത്തണ്ട, നിങ്ങൾക്ക് പോവാം. ഇനി നിങ്ങൾക്ക് എന്നെ മുന്നിൽ നിന്ന് പോവാൻ ലജ്ജ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാൻ സമയം തരാം. ചരിത്രത്തിൽ അതുവരെ എഴുതിയിട്ടുണ്ട്. ഏതുവരെ മഹാനവറുകൾ പറഞ്ഞു എന്നാണ്, ഞാൻ വിളക്ക് അണക്കാം, രാത്രിയിലാണ് ചർച്ച, വിളക്ക് അണക്കാം കുറച്ചു നേരത്തെ, നിങ്ങൾ ആ സന്ദർഭത്തിൽ എന്റെ മുന്നിൽ നിങ്ങൾക്ക് പോകാൻ അവസരം തരാം. അങ്ങനെ അവസരം നൽകിയിട്ട് പിന്നീട് വിളക്ക് കത്തിച്ച സന്ദർഭത്തിൽ അവരൊക്കെ സന്തോഷത്തോടെ ആവേശത്തോടെ ഹുസൈൻ അള്ളഹാനെ കൂടെ, ഹുസൈൻ നിങ്ങളെ വിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകണം, നിങ്ങളെ കൂടെ തന്നെ ഞങ്ങൾ ഷഹീദാവാണ് ഞങ്ങൾ തയ്യാർ. ഓരോരുത്തരും അങ്ങനെ മെഹബത്താണ്, എന്തും ബലിയർപ്പിക്കാൻ. ഒരു രാത്രി, ഷഹാദത്തിന്റെ മുന്നേ ഉള്ള രാത്രിയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒന്നിങ്ങനെ മയങ്ങി. രാത്രിയിലാണോ പകലാണോ ഒന്നിങ്ങനെ ഇരുന്നെടുത്തുനിന്നും കണ്ട് ഒന്ന് ഉറക്കം തൂങ്ങി. ആ സന്ദർഭത്തിൽ ഒരു സ്വപ്നം കണ്ടു. അദ്ദേഹം കണ്ണു തുറന്ന് പുഞ്ചിരിച്ചു. അപ്പോ മഹാനവറുകളുടെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങള് സൈനബ റളിയല്ലാഹു തആല അൻഹ അവിടെ ഉണ്ട്. മഹദി അവറുകൾ ചോദിച്ചു, ഹുസൈൻ എന്താ ചിരിക്കുന്നത്? അപ്പൊ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശൈഖുനാഥങ്ങൾ ഇതൊക്കെ നല്ല ഉഷാറായി വിശദീകരിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇപ്പോഴല്ലാതെ എപ്പോഴാണ് സഹോദരി ഞാൻ ചിരിക്കേണ്ടത്? നമ്മളുടെ ഉപ്പാപ്പ വല്ലിപ്പ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കണ്ടു, എന്റെ ഉപ്പയായ അലി റളിയല്ലാഹു അൻഹു ഞാൻ കണ്ടു, എന്റെ സഹോദരൻ ഹസൻ റളിയല്ലാഹു അൻഹു കണ്ടു, എന്റെ ഉമ്മ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കണ്ടു. അവര് പറയാണ്, ഇനി കുറഞ്ഞ സമയമുള്ളൂ ഹുസൈൻ നമ്മളിലേക്ക് അടുക്കാൻ, സന്തോഷിച്ചിരുന്നത് എന്നിലേക്ക് അടുക്കാൻ, ഞങ്ങളിലേക്ക് അടുക്കാൻ കുറഞ്ഞ സമയം, ഇനി ഇതിന്റെ അപ്പുറം ഞങ്ങൾക്ക് എനിക്ക് എന്ത് സന്തോഷമാണ്. എന്റെ പ്രിയമുള്ളവരെ കണ്ടില്ല, അതാണ് ഹുബ്ബുള്ള ആളുകളിലേക്ക് മടങ്ങാനുള്ള ഒരു ആഗ്രഹം. അവർക്കത് വിഷമല്ല. അതാ പറയണത്, യഥാർത്ഥ ഈമാനുള്ള ആളുകൾക്ക് ഇതൊക്കെ ഒരു സന്തോഷമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് നമ്മൾ ചരിത്രം വായിച്ചതല്ലേ. ബിലാൽ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സക്കറാത്തിന്റെ സന്ദർഭത്തിൽ സ്വന്തം ഭാര്യ, ബിലാൽ റളിയല്ലാഹു അൻഹു വേർപാട് ഫിറാഖ് കാരണത്താൽ സ്വന്തം ഭാര്യ പറയാൻ തുടങ്ങി, വാ കർബ,
അതല്ലെങ്കിൽ വാ മുസീബത്ത, ഇത് എന്തൊരു പ്രയാസമാണ്, എന്റെ പ്രയാസമേ എന്ന് പറഞ്ഞപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താണ് നീ ഇങ്ങനെ പറയുന്നത്? അങ്ങനെ പറയല്ലേ, നിനക്കിത് പ്രയാസമല്ല, ഇത് സന്തോഷം. വാ ഫർഹ എന്ന് പറയൂ, എന്റെ സന്തോഷമേ എന്ന് പറയുന്നു. അതെന്താണ്? ഞാൻ നാളെ മുത്തുനബിയെ കണ്ടുമുട്ടാൻ പോകും, ഞാൻ നാളെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടാൻ പോവുകയാണ്, സന്തോഷം എന്ന് പറയൂ. ഇതാണ് സഹാബാക്കൾ. ഞാൻ പറഞ്ഞില്ല, സ്നേഹം എന്ന് പറയുന്നതിന്റെ പേര് ബലിയർപ്പണത്തിന്റെ പേരാണ്. ബലിയർപ്പണത്തിന്റെ പേരാണ്. ചിന്തിച്ചു നോക്ക്, വെറും രക്തം ജീവൻ കൊടുക്കൽ മാത്രമല്ല, എല്ലാ നിലക്കുള്ള ബലിയർപ്പണവും അതിൻ്റെതായ സ്ഥാനത്ത് ഉണ്ടാവണം. ആ സ്നേഹം ഉണ്ടാവും. സഹാബാക്കളൊക്കെ അത് സഹാബി വനിതകൾ പോലും ആകെക്കൂടി ഉണ്ടായ ഒരു മോനായിരിക്കും, വളർന്നു യുദ്ധത്തിന്റെ കാഹളം വിടുന്നു. മോനോട് പറയും, മോനെ ഷഹീദായിക്കൊണ്ട് തിരിച്ചു വരണ്ട, മോനെ പോയി ഷഹീദാവുന്ന കണ്ട് വിടാണ്. എന്തിന്റെ പേര്? സ്വന്തം മോനാണ്. അത്ര സ്നേഹം ഒരു ഉമ്മാക്കുണ്ടാവും. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് അതാണ് ഇഷ്ടം. ബലിയർപ്പിക്കാൻ തയ്യാറ്. ഭർത്താവിനോട് ഭാര്യ പറയും, നിങ്ങൾ ഷഹീദാവണം, വേറെ പെണ്ണ് ആണിനെ കെട്ടാൻ വേണ്ടിയിട്ടുണ്ട്, നിങ്ങൾ ഷഹീദാണ്. അവർ കത്തിലാണ്. അള്ളാഹിന് വേണ്ടി എന്തെല്ലാം ത്യാഗം ചെയ്യും. പണവും അങ്ങനത്തെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ ചെലവാക്കി അവസാനം ഒരു യുദ്ധത്തിൽ എല്ലാവരും കൊണ്ടുവരാൻ പറഞ്ഞ സന്ദർഭത്തിൽ ആകെ കുറച്ച് മാവിന്റെ പൊടിയോ എന്തോ ഉള്ളൂ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പിടിയും ആ ഒരു കിഴിയുമായിട്ട് അള്ളാഹു റസൂൽ അടുക്കൽ വരുമ്പോഴേ അള്ളാഹു റസൂൽ ചോദിച്ചു, സിദ്ദീഖ് എന്ന് പറയും, നിങ്ങൾക്കിനി ബാക്കി വീട്ടിൽ എന്താ ഉള്ളത്? അള്ളാഹു റസൂലും തന്നുള്ളൂ, ബാക്കിയെല്ലാം ഇല്ലാതായി എന്ന് പറഞ്ഞു. അത് റസൂൽമാരായി വെച്ചു എന്നാ പറയുന്നത്. കണ്ടു? ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ പകുതിയാക്കിയിട്ട് പകുതി കൊടുത്ത് കൊടുത്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു യുദ്ധത്തിൽ 7 ഒട്ടകങ്ങളും അത് വഹിക്കുന്ന സ്വർണങ്ങളും എന്തൊക്കെ വേണം അതൊക്കെ കൊണ്ടുവന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. അവർക്ക് പണം ബലിയർപ്പിക്കാൻ, ജീവൻ ബലിയർപ്പിക്കാൻ, സമയം ബലിയർപ്പിക്കാൻ ഒന്നുമില്ല. അവരൊരു ഒഴിവ് കിട്ടും, ഉടനെ ഇലാ ഹദറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് മനസ്സിലാവുണ്ടോ? ഇങ്ങനെയാണ് മുൻഗാമികളിൽ കാണുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്ക്, നമ്മൾ എന്താ ബലിയർപ്പിക്കും? നമ്മൾക്ക് എന്ത് ബലിയർപ്പിക്കാൻ സാധിച്ചു? ചിന്തിച്ചു നോക്കി. നമ്മൾ ചിന്തിക്കേണ്ടതാണത്. എന്തെങ്കിലും ബലിയർപ്പിക്കാൻ നേരത്ത് നമ്മൾക്ക് എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് നമ്മൾ അതിൽ ഊരാനോ ശ്രമിക്കുന്നത്? അതല്ല, അതിനു വേണ്ടി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ബലിയർപ്പിക്കാനുള്ള അവസരം കാത്തു കഴിയുകയാണോ നമ്മൾ ചിന്തിക്കണം. സഹാബാക്കളുടെ ചരിത്രമാണ് ഈ പറയുന്നത്. ഇനി സഹാബാക്കളുടെ ശേഷമുള്ള അവരുടെ അനന്തരികളുടെ അവസ്ഥ തന്നെ, എല്ലാവരുടെ അവസ്ഥ തന്നെ. അവർ എന്തും ചെയ്യാൻ തയ്യാറാണ് അള്ളാഹുവിന്റെ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി. അവർക്ക് അതാ ലക്ഷ്യം. നമുക്ക് ലക്ഷ്യം നമ്മളെ ജീവിതമാണ്, നമ്മളെ ഭാര്യ, മക്കള്, നമ്മളെ കൂട്ടുകുടുംബം, ഇവിടെ ഇങ്ങനെ ജീവിച്ചോണ്ട് ഒരു അഭിമാനം കിട്ടണം ആൾക്കാരുടെ. അതൊക്കെ ആയിട്ട് ബാക്കി സമയം ഉണ്ടെങ്കിൽ നമുക്കിത് ക്ലാസ് ഇൽമ കേൾക്കാൻ പോവാ, ബാക്കി സമയമുണ്ട് ദിക്റെല്ലാം പോവാ, ബാക്കിയെല്ലാം ചെയ്തും കൊണ്ട് കുറച്ച് കാശ് ബാക്കി ഉണ്ടെങ്കിൽ അതിന്റെ ഏതെങ്കിലും ചെറിയൊരു ശതമാനം ദീനിന് വേണ്ടി ചെലവാക്കുക. എന്നാണ് നമ്മൾ എന്നിട്ട് നമ്മൾ പറയണം അവരാ പിൻപറ്റുന്നത്. അവരെങ്ങനെയാണ്? അവർ മുഖ്യമായൊരു ദീനാണ്, ഇതൊക്കെ സൈഡാണ്. എന്നാ ഇത് നിർബന്ധ കടമമായോണ്ട് ഇതെല്ലാം അവർ ചെയ്യുന്നുണ്ട്, അവർ കുടുംബം പോയിട്ടുണ്ട്, എല്ലാം ചെയ്യണം. പക്ഷെ അവർക്ക് മുഖ്യം ദീനായിരുന്നു. ഇന്ന് ഇത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ അവർക്ക് ചിരിയാണ്, പരിഹാസമാണ്. കാരണം ഇന്നത്തെ കാലത്ത് അത് വലിയ ദീനിന്റെ അവകാശപ്പെടുന്ന ആളുകൾ വരെ ദീനിന്റെ കാര്യത്തിൽ ചെലവാക്കാൻ ഏറ്റവും കൂടുതൽ മുഖ്യമായും ചെലവാക്കേണ്ടത് ദീനിനാണ്, അതിന് മറ്റേ കുടുംബത്തിനേക്കാൾ ചെലവാക്കേണ്ടത് ദീനിനാണെന്ന് പറയുമ്പോൾ ഒരു പരിഹാസ ചിരിക്കോ. അതൊക്കെ എങ്ങനെയെന്നുള്ള മുനാഫിക്കാണ് എന്നർത്ഥം. സഹാബാക്കളുടെ നോട്ടത്തിൽ അവരൊക്കെ ആ വിധത്തിൽ നോക്കി പരിഹസിക്കുക. ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണ്ട, നമ്മളെ ബലഹീനത എന്ന് മനസ്സിലാക്കി പോവാൻ. പക്ഷെ പരിഹാസം ഉണ്ടല്ലോ, അത് നിഫാഖിന്റെ ഇടയാണ്. അല്ല കാത്തു രക്ഷിക്കട്ടെ. നമ്മളോ സഹാബാക്കളെ പോലെ പോവാ ആണ്ട് എത്തുമെന്ന് വിചാരിച്ച് നടക്കുകയാണ്. അല്ല, എനിക്കും നമുക്കെല്ലാവർക്കും അള്ളാഹു ശരിയായ ഈമാൻ നൽകുമാറാണ്. മുത്തുനബി പറഞ്ഞില്ലേ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ ഒരാളെ പരിപൂർണ്ണ വിശ്വാസികളാവുക. നിങ്ങളെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും സർവ്വജനങ്ങളെക്കാളും ഞാൻ അവന് ഇഷ്ടപാത്രമാവുന്നത് വരെ, ഞാൻ അവന് സ്നേഹപാത്രമാവുന്നത് വരെ, ഞാൻ അവന് പ്രിയങ്കരനാകുന്നത് വരെ എന്നാണ് അതിന്റെ ആശയം. മുത്തുനബി ആ വിധത്തിൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? മുത്തുനബിക്ക് ഒരാളെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ, അവർക്ക് ഇഷ്ടമില്ലാത്ത നമ്മൾ ചെയ്യലുണ്ടെങ്കിൽ തന്നെ സ്വാർത്ഥത്തില്ലാതല്ലേ ചെയ്യും, നിസ്വാർത്ഥനായിട്ടല്ലേ ചെയ്യും. എന്തെങ്കിലും അവിടെ നിന്ന് പ്രതീക്ഷിച്ച് ചെയ്യൂലല്ലോ. നേരത്തെ പറഞ്ഞമായ ഭൗതികരായ ആളുകൾ സ്നേഹിക്കുന്ന എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളിലേക്ക് അടുക്കും, ഇല്ലെങ്കിൽ മിത്രങ്ങൾ പോലെ നമ്മളിപ്പോ തകരും. ഇവിടെ അങ്ങനെയല്ല അള്ളാന്റെ ആൾക്കാർ.
ഉദാഹരണം ഞാൻ പറഞ്ഞാണ്, ഒരാൾക്ക് ഒരു ഉസ്താദിനോട് വല്ലാത്ത ഇഷ്ടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തന്റെ സുഹൃത്തിനോട് വല്ലാത്ത ഇഷ്ടമുണ്ടെങ്കിൽ, ആത്മാർത്ഥ ഇഷ്ടമാണെങ്കിൽ, ശരിക്ക് അദ്ദേഹത്തിന്റെ മക്കളെയും ഇവർ സ്നേഹിക്കും. അത് മക്കളിൽ നിന്ന് കിട്ടണോ ചെയ്തില്ല, മക്കൾ ഇപ്പൊ മാന്താ ചെയ്യും, എന്നാലും ഇഷ്ടമായിരിക്കും. എന്താ, എന്റെ സുഹൃത്തിന്റെ മോനെ, എന്റെ ഉസ്താദിന്റെ മോനെ. മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മുട്ടായി വാങ്ങി കൊടുക്കാൻ എന്തെങ്കിലും നമ്മൾ തയ്യാറാണ്. അത് നമ്മൾ സ്നേഹം കൊണ്ടാണ്. അത് ഈ മക്കളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല, തന്റെ ഉസ്താദിനെ കണ്ടു. ഉസ്താദിനോടുള്ള സ്നേഹം നിലനിൽക്കുന്ന കാലത്തിന് മക്കളോട് സ്നേഹം ചെയ്യും. ആ മക്കളിൽ നിന്നൊന്നും വേണ്ട. എങ്കിൽ നമുക്കെല്ലാം ചെയ്തു തരുന്ന നമ്മൾ അള്ളാഹു താല കൃപാലുവായ, കാരുണ്യവാനായ, സ്നേഹനിധിയ, 70 ഉമ്മയേക്കാൾ സ്നേഹമുള്ള അള്ളാഹു താല. ആ അള്ളാഹു താലാണ് ഒരു മോമിൻ ശരിയായ നിലക്ക് സ്നേഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ പടപ്പുകളോടൊക്കെ സ്നേഹം. അതാ ഞാൻ പറഞ്ഞത്, എല്ലാ പടപ്പുകളോടും സ്നേഹം ഉണ്ടാവും, ആരോടും ഒരു വെറുപ്പും ഉണ്ടാവില്ല. അവരെല്ലാം നന്നാവട്ടെ എന്നുള്ള ആഗ്രഹവും ഉള്ളിലേ. ഈ ഫസാദും കുറ്റും പോരും പകയും ദേഷ്യവും വെറുപ്പും വെച്ച് നടക്കൂല യഥാർത്ഥ മോമിന്. അതൊക്കെ പോവും, ആക്കണ്ട് വിടും. ആവശ്യത്തിന് ഉപദേശിക്കേണ്ടവർക്ക് ഉപദേശിക്കൊണ്ട് സ്നേഹം കൊണ്ട് അവർ നേരാവാൻ വേണ്ടിയിട്ട്, ഗൗരവപ്പെടേണ്ടവർക്ക് ഗൗരവപ്പെടും. അതൊക്കെ ശരി തന്നെയാണ്. അത് അവർ നേരാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സത്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് നിർബന്ധ ഘട്ടത്തിൽ ചെയ്യുന്നു മാത്രം. പക്ഷെ അവരുടെ ഉള്ളില് മാനസികമായിട്ട്, വ്യക്തിപരമായിട്ട് എന്തുണ്ടാവില്ല, വെറുപ്പുണ്ടാവില്ല. അവരുടെ തിന്മയോടും അവരുടെ പാപത്തോടെ ഒന്നും ആ വ്യക്തിയോട് വെറുപ്പുണ്ടാവും. ഉള്ളി പകവച്ച് നടക്കൂല. നല്ല സുഖമായിരിക്കും ജീവിക്കാൻ, അവർ നല്ല സന്തോഷം ഉണ്ടാവും അങ്ങനത്തെ ആൾക്ക് ജീവിക്കാൻ. സ്നേഹം, അതാ പറഞ്ഞ ദീൻ എന്ന് പറഞ്ഞ സ്നേഹമാണ്. അൽ ഈമാൻ വൽ മഹബ്ബ, ഈമാൻ എന്ന് പറഞ്ഞ സ്നേഹമാണ്. മുഹറം എന്ന് പറയുന്നത് സ്നേഹമാണ്. ഇതാണ് നമ്മൾ പറഞ്ഞത്. ദുൽഹിജ്ജ എന്ന് പറഞ്ഞ സ്നേഹമാണ്. എല്ലാം സ്നേഹമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലെ, എല്ലാവർക്കും അറിയാം, പ്രായമായ ടൈമിൽ എത്രയോ ആഗ്രഹിച്ചിട്ടുണ്ടായ മോനാണ്. പക്ഷെ പാലുകൂടി മാറിയിട്ടില്ല. അപ്പോഴത്തേനും അള്ളാന്റെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്തു, പരീക്ഷണം. അതാ പറയും, ചിലപ്പോ അങ്ങനെ പരീക്ഷണങ്ങൾ വരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പ്രപഞ്ചം തന്നെ അങ്ങനെയാണ് സംവിധാനിച്ചിട്ടുള്ളത്. ഇവിടെയുള്ള ജീവിതം തന്നെ അങ്ങനെയാണ് സംവിധാനം. അതൊരു എന്തുണ്ട്, ആ ഈ സംവിധാനത്തിൽ താതാത്മ്യം ചെയ്തുകൊണ്ട് പോയെന്നുള്ളത്, അതാണ് പരീക്ഷ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈമാൻ ഉണ്ടായിട്ട് വരെ നമ്മൾക്ക് ലഭിക്കാത്തത് ഇസ്ലാമിന് നിഷേധിക്ക് ലഭിക്കുമ്പോൾ അത് ഈ ലോകത്തിന്റെ സംവിധാനം. അത് നിങ്ങൾ ദുആ ചെയ്താൽ സ്വീകരിക്കണമോ സ്വീകരിക്കേണ്ട, അത് അള്ളാന്റെ ഇഷ്ടം. അള്ള ചിലപ്പോൾ നിങ്ങൾ ദുആ ചെയ്താൽ സ്വീകരിച്ചെന്ന് വരാം. ഈ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് അള്ളാഹു ചെയ്യാൻ കഴിവുണ്ട്, അള്ള ചെയ്യും. അത് അള്ളാഹിന്റെ ഇഷ്ടം. പക്ഷെ പൊതുവെ ഇവിടെ അള്ളാഹു താല നിങ്ങൾക്ക് തെഹ്വയുണ്ടെങ്കിലും ഈമാൻ ഉണ്ടെങ്കിലും അവൻ ചെയ്യുന്ന ഒരു രീതി ഉണ്ട്. അത് ഇവിടുത്തെ സന്തുലിതാവസ്ഥക്കനുസരിച്ച്, ഇവിടെ അള്ളാഹു ഉണ്ടാക്കിയൊരു സന്തുലിതാവസ്ഥയുടെ പ്രപഞ്ചത്തിൽ അതിനനുസരിച്ച് നീങ്ങും. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു താല അതിൻ്റെതായ പ്രതിഫലം നൽകും. ഇവിടെയും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെയുള്ള ഏത് ഘട്ടങ്ങളിലായാലും, ഏത് വെള്ളപ്പൊക്കം വന്നാൽ, ഉരുൾപൊട്ടൽ വന്നാൽ, ഭയാനകമായ കാര്യങ്ങൾ വന്നാൽ മനസ്സിൽ അള്ളാഹിനെ കൊണ്ട് സമാധാനവും അല്ലാഹു നൽകും, സന്തോഷം നൽകും. സന്തോഷത്തോടെ മരിക്കാൻ പറ്റും. അതാണ് ഹുസൈൻ റളിയല്ലാഹു ഷഹാദത്ത്. അവസാനത്തെ നേരത്ത് പോലും അദ്ദേഹം പുഞ്ചിരിച്ചിട്ടാണ് ആ തല, ശത്രു ഷമ്മർ തല ഹുസൈൻ റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ വേർപ്പെടുന്ന സന്ദർഭത്തിൽ തൊട്ടു മുന്നേ വരെ പുഞ്ചിരിച്ചിട്ട് എഴുന്നേൽക്കുക. അത് എല്ലാവരുടെയും ഷഹാദത്തിന് കാരെടുത്താൽ ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെ ഷഹീദായത്? സന്തോഷത്തിൽ അതൊരു ദീനിന് വേണ്ടിയിട്ട് ഉള്ള നിലകൊള്ളത് കാരണത്താൽ ശത്രുക്കളുണ്ടായി. അദ്ദേഹത്തെ വകവരുത്തിയില്ലെങ്കിൽ ഇവിടെ ശരിയാവൂല, നമ്മളെ കാര്യങ്ങൾ മുന്നേറാൻ പറ്റില്ല. അവർ ഈ ദീനുൽ ഇസ്ലാം വളർന്ന് പദ്ധതിച്ചുകൊണ്ടിരിക്കുകയാണ്. വകവരുത്തി. അദ്ദേഹത്തിന് വിഷയമില്ല. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഷഹാദത്ത് സ്വീകരിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലേ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഷഹാദത്ത് സ്വീകരിച്ചു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ ഷഹാദത്ത് സ്വീകരിച്ചു. അവർക്ക് അതൊക്കെ ഇഷ്ടമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാം നിൽക്കും അവർക്ക് ഇഷ്ടമായി. അത് തന്നെയാണ് ഈ പറയുന്നത്. മഹാനായ ദുൽഹിജ്ജയുടെ അവസാനം, നമ്മുടെ വർഷത്തിന്റെ അവസാനം ദുൽഹിജ്ജ മാസം, വർഷത്തിന്റെ അവസാനം ദുൽഹിജ്ജ മാസം, ആ തുടക്കത്തിൽ അവിടെയുള്ള ബലിയർപ്പണം എന്താ? അങ്ങനെ എത്രയോ ഇഷ്ടപ്പെട്ടിട്ട് എത്രയോ ആഗ്രഹിച്ചുണ്ടായ കുട്ടി, ആ കുട്ടിയാണ് പറയണത് എന്ത്, ആ കുട്ടിയെ ഉമ്മയും കൂടിയിട്ട് ആരും ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് ആക്കണം എന്ന് പറയുന്നത്, പാർപ്പിക്കണം. അങ്ങനെ ഫലസ്തീൻ ആ ഭാഗത്ത് നിന്ന് തോന്നുന്നു എത്രയോ ദൂരത്ത് നിന്ന് വന്ന് മക്ക അവിടെ കൊണ്ടുവന്നുകൊണ്ട് ഭാര്യയെ ഹജറ റളിയല്ലാഹു തആല അൻഹയെയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുഞ്ഞാണ് അവിടെ കൊണ്ടാക്കി പോകുന്നു. ആരുമില്ലേ, വെള്ളം പോലും ഇല്ല. അവർക്ക് കുറച്ച് വെള്ളം, താൽക്കാലികമായ വെള്ളയും ഭക്ഷണവും ഉണ്ട്. അത് വെച്ച് ഒരു കുട്ടിയില്ലാത്ത സ്ഥലത്ത്, ഏതുവരെ ചരിത്രം പറയുന്നു പച്ചയുള്ള വൃക്ഷം പോലും ഇല്ല, പുല്ല് പോലും ഇല്ല. അങ്ങനെ കൊണ്ട് അള്ളാന്റെ ഭാഗത്ത് അങ്ങനെ അള്ളാഹു താല പ്രത്യേകം പരീക്ഷിക്കും ആരെ? വിശ്വാസികൾ.
അതായത് ഇങ്ങനെയുള്ള കാര്യകാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ അള്ളാഹു എന്ത് ചെയ്യും? കാര്യകാരണങ്ങളില്ല, നമ്മൾ ആ ഒരു ഒരു നമുക്കൊരു പ്രയാസം ഉണ്ടാകുന്ന, ഈ ഭൂമിയിൽ പ്രയാസം ഉണ്ടാകുന്ന വെള്ളത്ത് കടലിൽ നിന്നോ കരയിൽ നിന്നോ വാനത്തിൽ നിന്നോ പ്രയാസം ഉണ്ടതൊന്നും നമ്മൾ മനഃപൂർവ്വം ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാതെ തന്നെ ചില കാര്യങ്ങൾ വരും. അത് അള്ളാന്റെ പരീക്ഷണം. മനസ്സിലായി? അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ അങ്ങനെയും പരീക്ഷിക്കും അള്ളാഹ് ഉദ്ദേശിച്ചവരെ. അള്ളാഹ് തന്നെ അതിനെ കാക്കുകയും ചെയ്യും. അങ്ങനെ പരീക്ഷിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞല്ലേ, എത്ര ആഗ്രഹിച്ചിട്ടുണ്ടത്. പക്ഷെ അള്ളാഹിന് വേണ്ടി വലിയ ആ ഭാര്യനെ കുട്ടികളെ പോകുമ്പോ ഒരു മനുഷ്യ സാഹചര്യം എന്തൊക്കെ ഉണ്ടാവും, പക്ഷെ അദ്ദേഹം അത് വിഷയമാക്കി അള്ളാഹിന് വേണ്ടി. ഹാജറ ബീവി ആണെങ്കിലോ പ്രവാചകരുടെ അള്ളാഹിന്റെ കൽപ്പനയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞാൽ നിങ്ങൾ പോകും, അള്ളാഹിന്റെ കൽപ്പന പ്രകാരങ്ങൾ ഞങ്ങളോട് നിങ്ങൾ പോകും. അവരതിലൊന്നും പറഞ്ഞില്ല. നോക്കി, അള്ളാഹുവിന് ഏറ്റവും സ്നേഹമുള്ള തന്റെ ഭർത്താവിനെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെങ്കിൽ അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അള്ളാഹുവിനെ കൊണ്ട് സമാധാനം. അള്ളാഹുവിനെ ശൈഖുന പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കോന്തല വിട്ടുകൊണ്ട് അള്ളാഹുവിൽ വരിക. മനസ്സിലാവുന്നു? അങ്ങനെ അവര് അള്ളാഹുവിന് വേണ്ടിയായി, അള്ളാഹുവിന് വേണ്ടി ത്യാഗം സഹിക്കാൻ തയ്യാറ്. അതാണ് ഹുബ്ബ്. അതാ പറയുന്നത്. ഹുബ്ബ് എന്ന് പറഞ്ഞാൽ ത്യാഗം എന്ന് പറയും. പറയാനും പാട്ടുപാടാനും ഒക്കെ, ആടാനും പിടിക്കാനൊക്കെ നല്ല രസമാണ്. ഇങ്ങനത്തെ ഘട്ടങ്ങളിൽ നിലനിൽക്കുന്ന ശരിയായ ഹുബ്ബുള്ളവർക്ക് പറ്റുള്ളൂ എന്നാണ് മശായിഖന്മാർ പറഞ്ഞു തരുന്നത്. നമ്മൾക്കതിന് ചെറിയ അംശങ്ങൾ നമുക്ക് അള്ളാഹു നൽകട്ടെ. ഈ സമാധാനം അള്ളാഹ്ക്ക് വേണ്ടി ഇന്ന് ബലിയർപ്പിക്കാനുള്ള അവസ്ഥ. ആ ചെറിയ കുഞ്ഞ് അവസാനം എന്ത് ചെയ്തു? ഇവരുടെ തവക്കുല് കാരണത്താൽ ഇവർ അള്ളാഹുവിനെ കൊണ്ട് സമാധാനം അള്ളാഹു ഏൽപ്പിച്ച ആ തവക്കുലിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു താല ഫദ്ല് ചെയ്തു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ത്യാഗം അള്ളാഹു താല കബൂൽ ചെയ്തു. സ്വന്തം ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ചെറിയ കുഞ്ഞിന്റെ കാൽപാദത്തിന്റെ ആ മടമ്പിന്റെ ആ ഭാഗത്ത് വെള്ളം വരാൻ തുടങ്ങി. സംസം നിൽക്കി, അടങ്ങട്ടെ അടങ്ങട്ടെ എന്ന് ഹാജറ ബീവി പറഞ്ഞു. അങ്ങനെ അടങ്ങി. ഇന്നും അത് നമുക്ക് പ്രയോജനപ്പെട്ടു. എല്ലാവരും പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അല്ല ഇന്നും. ഞാൻ അത് കഴിഞ്ഞിട്ടില്ല. പിന്നെ കുട്ടി ഓടാനും നടക്കാനും ഓടാനും ഒക്കെ കളിക്കാനൊക്കെ തുടങ്ങിയ സന്ദർഭത്തിൽ ബാലനായപ്പോ വീണ്ടും അള്ളാന്റെ ഭാഗത്ത് നിന്ന് പരീക്ഷണം വന്നു. സ്വപ്നം കാണാൻ തുടങ്ങി. വഹി സ്വപ്നത്തിന്റെ രൂപത്തിൽ കുഞ്ഞിനറക്കാൻ. അല്ലേ? അങ്ങനെ അവരെന്ത് ചെയ്യാണ്? അതിന് പല വിശദമായ ചരിത്രങ്ങളുണ്ട്. ശൈഖുന പറഞ്ഞിരുന്നത് വിശദമായ ചരിത്രമാണ്. അത് ചുരുക്കി പറയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? അവസാനം കുഞ്ഞിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോകും. ഹാജറാബി അവിടെ ഒന്നും പറഞ്ഞു. അള്ളാന്റെ കൽപ്പനയാണെങ്കിൽ ഓക്കെയാണ്. ഇനി ഇവിടെ എത്തി. കുഞ്ഞിനെ അറക്കുന്നതിന് മുന്നേ കുഞ്ഞിനോട് ചോദിച്ചു ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനോട്, നിങ്ങൾ അറക്കാനാ പോകുന്നു? ഇസ്മായിൽ നബി അലൈഹി സ്വലാം എന്താ പറഞ്ഞു? ഒരു എതിരും പറഞ്ഞില്ല. കാരണം എന്താ? പ്രവാചകരുടെ തെർബിയത്തിൽ, അവരുടെ നോട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവരെ ഹാല് മാറി. അള്ളാഹുവിന്റെ ഹബ്ബ് ഇവർക്ക് വന്നിട്ടുണ്ട്. ഇവര് പറഞ്ഞെന്താ? ഈ ഫഅൽ മാ തുഅ്മർ, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് പിതാവെ നിങ്ങൾ പ്രവർത്തിക്കും. സതജുദ്നി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്നെ തങ്ങൾക്ക് ക്ഷമിക്കുന്നവരിൽ തങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും എന്നാണ് ഉപ്പനോട് പറയുന്നത്. അള്ളാഹു താല സ്വീകരിച്ചു. രണ്ടുപേരുടെ ഹബ്ബിനെ സ്വീകരിച്ചു. ഒരു സ്വർഗത്തിൽ നിന്ന് ഒരു ആടിനെ കൊടുത്തിട്ട് ഇത് അറുത്താൽ മതി. അങ്ങനെ തന്നെയാണ് നമ്മൾ ഉലൂഹിയത്ത് അറക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ മാംസവും രക്തത്തിലൂടെ എത്തുന്നത്, അള്ളാന്റെ അടുക്കൽ എത്തുന്നത് എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ബലിയർപ്പണ ബോധമാണ്, അവ ത്യാഗമാണ്, ആ നിയ്യത്താണ് അള്ളാന്റെ അടുക്കൽ. അല്ലെ? അങ്ങനെയല്ലേ ഖുർആനും ഹദീസും പഠിപ്പിച്ചത്? അൽഹംദുലില്ലാഹ്, ഇതാണ് ത്യാഗം. നമ്മള് കുറച്ച് ഒന്നിലേക്ക് ഷെയർ കൂടും, അല്ലെങ്കിൽ ഒരു കന്നിനറക്കും, അല്ലെങ്കിൽ ഒരു 2 ആടിനറക്കും, എന്നിട്ടൊക്കെ ആയി നമ്മൾ ബലിയർപ്പിച്ചു എന്നാ. ആ ബലിയർപ്പണം അത് നല്ലത് തന്നെയാണ്. ബലിയർപ്പണമാണ് ഉന്നതമായ അവസ്ഥയാണ്. അതിന് പ്രതിഫലമുണ്ട്, പാപമോചനമാണ്. പക്ഷേ നമ്മൾ ഇച്ഛകളെ ബലിയർപ്പിക്കാത്ത കാലത്തോളം നമ്മൾ ഇതൊന്നും പൂർണ്ണതയിലെത്തും. അള്ളാഹുവിന്റെ റസൂലിനോട് നമുക്ക് സ്നേഹം ഉണ്ടാവണം, അതിരറ്റ സ്നേഹം ഉണ്ടാവണം, നല്ല ബലിയർപ്പിക്കാൻ പറ്റും. അള്ളാഹുവിന്റെ റസൂലിനോട് നല്ല സ്നേഹം ഉണ്ടെങ്കിൽ, അള്ളാഹിനോട് നല്ല സ്നേഹം ഉണ്ടെങ്കിൽ, അള്ളാഹു താല ഈ ഒരു പാപത്തിനുള്ള ഒരു അവസരം വന്നു. പാപത്തിനുള്ള ഒരു അവസരം ഉണ്ടായി. ഒരു സ്ഥലത്ത് പാപത്തിന് ആഗ്രഹം വരാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആ പാപത്തിൽ നിന്ന് മാറാൻ അത്രയ്ക്ക് സ്നേഹമുള്ളവർക്ക് പറ്റുള്ളൂ. ആ സ്നേഹം കൊണ്ട് അതിന് മാറാൻ പറ്റണം. അത് മാറുന്നുണ്ടോ നമ്മൾ ചിന്തിക്കും. ഇല്ലെങ്കിൽ തൗബ ചെയ്ത് മടങ്ങി ആ മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു അവസ്ഥ കിട്ടാൻ വേണ്ടി പരിശ്രമിക്കും. അതിന് ഹുബ്ബ് വർദ്ധിക്കണം. ഹുബ്ബ് വർദ്ധിക്കണമെങ്കിൽ അത് മഅരിഫത്ത് കൊണ്ടാണ് ഹുബ്ബ് വർദ്ധിക്കുന്നത്. അത് അള്ളാഹുവിന്റെ ഔദാര്യം വേണം. മഅരിഫത്ത് അള്ളാഹുവിനെ സംബന്ധിച്ച്, അവന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, അവരുടെ വിശേഷങ്ങളെ സംബന്ധിച്ചൊക്കെ ഞാൻ അറിയുമ്പോൾ
അള്ളാഹു താലാനെ സംബന്ധിച്ച് കൂടുതലായി അറിഞ്ഞ് ഈമാൻ വർദ്ധിക്കുകയാണ്. അതിനാണ് ഒരു മുറബിയ ഷെയ്ഖിനെ പിടിക്കുന്നത്. കാമിൽ മുറബിയ ഒരു ഷെയ്ഖുമായി ബൈഅത്തിന് അതിനായിരിക്കണം, അല്ലാതെ വേറെ ഒന്നിനും ആവില്ല. പഴയ വർക്കത്തെടുക്കാനല്ല, ഇതുണ്ട് കിട്ടണം. ഇതൊക്കെ കിട്ടിയ ആളെ പേരാണ് വലിയ. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ശരിയായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം അധികരിച്ചു വന്നാൽ അദ്ദേഹത്തിന്റെ പേരാണ് വലിയ. അതായി മാറണം. നമുക്ക് അതിന് മാരിഫത്ത് വേണം. അത് ശരിയായ നിലക്കുള്ള മാരിഫത്ത് വേണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് പ്രവാചകന്മാർ നമുക്ക് എങ്ങനെയാണോ അവർ മാതൃക കാണിച്ചത് ആ വഴിയിലൂടെ പോകണം. അപ്പോഴാണ് ആ വഴിയിലൂടെ ഉള്ള മാരിഫത്ത് കൊണ്ട് ശരിയായിട്ടുള്ള സ്നേഹം ഉണ്ടാവും. അല്ലെങ്കിൽ സ്നേഹം ഉണ്ടാവും, പക്ഷെ പിൻപറ്റൽ തോന്നിയ മതിരോ ഇച്ഛയെ പിൻപറ്റുന്നിടത്തായിരിക്കും. ഇച്ഛയെ പിൻപറ്റുന്നതിൽ നിന്നും ഈ സ്നേഹം കൊണ്ട് ഇച്ഛയെ പിൻപറ്റുന്നതിൽ നിന്ന് മാറിക്കൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി മാത്രം എന്താ പറയാ ജീവിതത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് മുന്നേറണമെങ്കിൽ അവര് മാത്രം അള്ളാഹിന്റെ വലിയാവുള്ളൂ. അതാണ് അള്ളാഹു താല പറയുന്നത്. അത് കുറെ സ്നേഹം ഉണ്ടായി തോന്നിയമാര് ഇച്ഛകളെ പിൻപറ്റി പോവുകയാണെങ്കിൽ അവന് അള്ളാഹിന്റെ വലിയല്ല, അവൻ പിശാചിന്റെ വലിയ. അതിന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥ അഖീദ ആശയ ആദർശങ്ങൾ ഉൾക്കൊണ്ട ഒരു ഷെയ്ഖിനെ പിടിക്കണം. അപ്പൊ ആ ശരീഅത്ത് ഉണ്ടാവും. മുത്തനബിയുടെ ശരിയായ ശരീഅത്ത് അനുസരിച്ച് പിൻപറ്റിക്കൊണ്ടാവും അവർ പോവുക. അല്ല ശരീഅത്തിന് ഒഴിവാക്കുന്ന അവസ്ഥ ഒരു കാലത്ത് ഒരുക്കുണ്ടാവും. അങ്ങനെ ഈ ബലിയർപ്പണം ഉണ്ടാക്കി അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ ഹബ്ബിന് വേണ്ടി അള്ളാഹുവിന് ബലിയർപ്പിക്കുന്ന ശരിയായ ഒരു അവസ്ഥ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ഒരു കാമിലായ മുഅ്മിനാവാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ പ്രിയമുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മുറബിയായ മശൈഖന്മാരുമായി ബൈഅത്ത് ചെയ്യണം. അതിന്റെ ശരിയായ റൂട്ടിൽ പോകുന്ന ഒരു സിൽസിലയാണ് സിൽസില ആരിഫിയ നൂരിയ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന നൂരി ഷാ സാനി സർക്കാർ ഇപ്പോൾ നേതൃത്വം വഹിച്ചുകൊണ്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ചിശ്തി ഖാദിരി ത്വരീഖ്, ഇത് ജാമിഉ സലാസില. ഇതില് നക്ഷബന്ദിയുണ്ട്, സുഹ്റബർദിയുണ്ട്, തബഖാത്തിയുണ്ട്, റിഫാഇയുണ്ട്, ഷാദുലിയുണ്ട്, അക്ബരിയത്തിൽ ഉവൈസിയുണ്ട്. ഈ ചിശ്തി ഖാദിരി കൂടാതെ അതൊരു ജാമിഉ സലാസില എന്ന് പറയും. അങ്ങനെ ഒരു സിൽസിലയാണ് നമ്മുടെ സിൽസില. വെൽക്കം ടു അവർ സിൽസില. മനസ്സിലാവുണ്ടോ? ഇതിലേക്ക് വന്നിട്ട് എന്താ വേണ്ടത്? നമ്മൾ ഈ കാര്യം കരസ്ഥാനം. അതല്ലെങ്കിൽ നമ്മൾക്ക് ഇതിനു വേണ്ടി പ്രയത്നിക്കണം. വെറും ബൈഅത്ത് ചെയ്തത് കൊണ്ട് മാത്രമൊന്നും ഒന്നും ആവില്ല. ബൈഅത്ത് ചെയ്ത് ബർക്കത്തെടുത്തോണ്ട് കാര്യമില്ല. ബൈഅത്ത് ചെയ്യുന്നതോട് കൂടെ ആ ബൈഅത്ത് ചെയ്തതിനു ശേഷം തന്റെ ഷെയ്ഖിന്റെ കീഴിൽ അവരെ തെർബിയത്തുള്ള ശിക്ഷണത്തിൽ നിൽക്കുകയും ഈ മഅരിഫത്ത് കരസ്ഥമാക്കാനുള്ള ആഗ്രഹവും അത്യാഗ്രഹവും അതിനോട് പ്രയത്നിക്കുകയും ചെയ്യും, പരിശ്രമിക്കുകയും ചെയ്യും. എങ്കിൽ ഇൻഷാ അല്ലാഹ് കാമിലായ നഫ്സുള്ള കാമിലായ ഒരു മുഅ്മിനായിട്ട് നമുക്ക് മരിക്കാൻ സാധിക്കും. അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കുടുംബാദികൾക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ റഫഅ ദറജാതി ജമീഅ മശായിഖിനാ ഫീ ദറജാത്തിൽ മുഖറബീൻ. അല്ലാഹുമ്മ അഫ്ളിനാ മിൻ ഫുയൂലാതിഹിം വൻഫഅനാ ബിഹിം ഫിദ്ദാറൈൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഏവർക്കും പുറത്തിരുകയും ഞങ്ങൾക്കും ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും കുടുംബാദികളെയും ശിഷ്യന്മാരെയും ശിഷ്യകളെയും പ്രത്യേകിച്ച് ഭാര്യ സന്താനങ്ങളെയും എല്ലാ വഴികേടുകളിൽ നിന്ന് ഞങ്ങളെ ഇവരെ രക്ഷപ്പെടുത്തുകയും ഞങ്ങളെ മശായിഖന്മാരെ പിൻപറ്റിക്കൊണ്ട് അവർ പ്രാപിച്ച ഹിദായത്തനുസരിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ട് നിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ ഉന്നതമായ തൗഫീഖ് നൽകുകയും ചെയ്യണമേ അള്ളാഹുവേ. അള്ളാഹു ഞങ്ങൾക്ക് ഏവർക്കും ഈ തമ്പുരാനെ ഞങ്ങൾ ആയുസ്സിലും ആരോഗ്യത്തിലും ബർക്കത്ത് ചെയ്യണമേ അള്ളാഹു. ഞങ്ങളെ സ്വർഗാവാസികൾ ഉൾപ്പെടുത്തണമേ അള്ളാഹ്. നരകശിക്ഷയിൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ അള്ളാഹ്. ബിജാഹി സയ്യിദിനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഈ ഫക്കീറിന് വേണ്ടി നിങ്ങളോട് ദുആ ചെയ്യാൻ ഞാൻ നിങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെ ഏവരെ കൊണ്ട് മാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.